മീഡിയാസിലേക്ക് സ്വാഗതം. പുഷ്പ ഓരോ ദിവസവും റെക്കോർഡ് തൂക്കി മുന്നോട്ട് പോവുകയാണ്. ഇന്നും സിനിമ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. 12 ദിവസങ്ങൾ കഴിഞ്ഞ് 13-ാം ദിവസമാണ്. ഹിന്ദിയിൽ റെക്കോർഡ് കളക്ഷനാണ് 12-ാം ദിവസവും സിനിമ നേടിയിരിക്കുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അല്ലു അർജുൻ ഫാൻസ് തകർത്ത് കയറുക. കഴിഞ്ഞ തിങ്കൾ തൊട്ട് വെള്ളി വരെ ഒരു ഇടിവായിരുന്നെങ്കിൽ ഈ ആഴ്ച അങ്ങനെയല്ല, നമ്മൾ അടിച്ച് കയറുകയാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇപ്പോൾ നമ്മളൊരു ഡീറ്റെയിൽഡ് കളക്ഷനാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് ഇന്ത്യ, USA, UK, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, GCC രാജ്യങ്ങൾ, അങ്ങനെ അയർലാൻഡ്, അത് പിന്നെ നമ്മുടെ ലോക്കൽ ഇന്ത്യക്കകത്തുള്ള സംസ്ഥാനങ്ങളിലെയും പ്രമുഖമായ സംസ്ഥാനങ്ങളിലെയും കളക്ഷനാണ്. ആദ്യം ഇന്ത്യൻ കളക്ഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഹിന്ദിയിൽ ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻ, അതായത് 12 ദിവസത്തെ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12-ാം ദിവസം മാത്രം 20,50,00,000 രൂപയാണ് സിനിമ നേടിയിരിക്കുന്നത്. അതായത് 582 കോടി സിനിമ നെറ്റ് നേടിയിരിക്കുകയാണ് 12 ദിവസം കൊണ്ട്. ഫാസ്റ്റസ്റ്റ് ആണ് ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെ വരണം. അതായത് ഹിന്ദി മേഖലയിൽ ഹിന്ദി സിനിമയ്ക്ക് പോലും കഴിയാത്ത ഒരു ചരിത്ര മുഹൂർത്തമാണ് പുഷ്പ 2-യിലൂടെ അല്ലു അർജുൻ എത്തിച്ചിരിക്കുന്നത് എന്ന് പറയാം. ഓൾ ടൈം റെക്കോർഡ് എന്ന് തന്നെ പറയാം. അതിൽ പുഷ്പ തുടങ്ങിയ ദിവസം മുതൽ അങ്ങനെ തന്നെയാണ്, എന്തിന് പ്രീസെയിൽ തുടങ്ങിയ ടൈം മുതൽ അങ്ങനെ തന്നെയാണ്, അത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം നമുക്ക് പറയാൻ കഴിയുന്നു. ഓരോ ദിവസവും ഗംഭീരമായിട്ടുള്ള കളക്ഷൻ. ഞായറാഴ്ച 54 കോടി നേടിയെങ്കിൽ ശനിയാഴ്ച 46 കോടിയാണ് ഹിന്ദിയിൽ നിന്ന് മാത്രമായിട്ട് സിനിമ നേടിയത്. അതായത് 3 ദിവസം കൊണ്ട് സിനിമ, അതായത് ശനി ഞായർ തിങ്കൾ കൊണ്ട് മാത്രം 120 കോടി ഹിന്ദി നോർത്ത് ഇന്ത്യൻ ബെൽറ്റിൽ നിന്ന് സിനിമ നേടിയിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ സിനിമയ്ക്ക് മികച്ച സ്വീകാര്യത തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. സിനിമ 11 ദിവസം കൊണ്ട് 64.5 കോടിയായിരുന്നു നേടിയതെങ്കിൽ 12-ാം ദിവസത്തിൽ സിനിമ 70 കോടി കടന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ആന്ധ്ര തെലുങ്കാന ശരിക്കും ഒരു കന്നഡ സിനിമയാണ്. പക്ഷേ ഹിന്ദി വെച്ച് നോക്കുമ്പോൾ ഇത് ഹിന്ദി സിനിമ കന്നഡയിൽ ഓടിക്കുന്ന പോലെയാണ് നമുക്ക് ഫീല് കിട്ടിയിരിക്കുന്നത്. ആന്ധ്രാപ്രദേശ് തെലുങ്കാനയിൽ നിന്ന് 11 ദിവസത്തെ കളക്ഷൻ 268 കോടി 70 ലക്ഷം രൂപയായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അത് ഇന്ന് 12 ദിവസം കൊണ്ട് 289 കോടി 55 ലക്ഷം രൂപയിലേക്ക് എത്തി എന്നുള്ളതാണ് കളക്ഷൻ പുറത്തു വരുന്നത് റിപ്പോർട്ടുകൾ. കർണാടകയിലും ഗംഭീരമായിട്ടുള്ള കളക്ഷനാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. തമിഴ്നാട് പോലെ തന്നെ മുന്നോട്ട് പോവുകയാണ് കർണാടക. പ്രത്യേകിച്ച് ബാംഗ്ലൂർ മേഖലയിലൊക്കെ സിനിമ വലിയ രീതിയിലുള്ള ആഘോഷമാണ്. തിങ്കളാഴ്ച ദിവസങ്ങളിൽ പോലും മനോഹരമായിട്ട് തന്നെ സിനിമയുടെ ബുക്കിംഗ് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. 11 ദിവസം കൊണ്ട് 73 കോടി 85 ലക്ഷം നേടിയ സിനിമ 78 കോടിക്ക് മുകളിലാണ് കർണാടക ബോക്സ് ഓഫീസിൽ നിന്ന് 12 ദിവസങ്ങൾ കൊണ്ട് നേടിയത്. കേരളത്തിൽ വലിയ നെഗറ്റീവോട് കൂടി വന്ന സിനിമ, വലിയ ബഡ്ജറ്റിലാണ് സിനിമ ഇവിടെ വന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 20 കോടിക്ക് ഒരു സിനിമ ഇവിടെ എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വമ്പൻ ബഡ്ജറ്റ് തന്നെയാണ്. സിനിമ ഇപ്പോൾ വലിയ നെഗറ്റീവ്, ആദ്യ ദിനം മുതൽ നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ ഇപ്പോൾ 19.5 കോടിക്ക് അടുത്തേക്ക് എത്തുന്നു. 19 കോടി കഴിഞ്ഞതായിട്ട് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എടുത്തു പറയാനുള്ള കാര്യം വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഒരു മോഹൻലാൽ സിനിമയോ ഒരു പൃഥ്വിരാജ് സിനിമയോ മമ്മൂട്ടി സിനിമയോ അങ്ങനെ ഏത് സിനിമ വന്നു കഴിഞ്ഞാലും ഒരു 14 കോടി കളക്ഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ ആളുകൾ പറയുന്നത് അത് 24 കോടി ഒക്കെ എത്തി എന്നുള്ളതാണ്. അത് ട്രാക്കേഴ്സിൽ നിന്ന് വരുന്ന എമൗണ്ട് അങ്ങനെ തന്നെയാണ്. അങ്ങനെ വരുന്ന ഒരു സിനിമയ്ക്ക് ഇവിടെ ഗംഭീരമായിട്ടുള്ള കളക്ഷൻ ഉണ്ടായിട്ടും ഇപ്പോഴും 17.5 കോടിയിലേക്ക് തന്നെയാണ് ഇവിടുത്തെ ട്രാക്കർമാരും ഇവിടുത്തെ പല ആളുകളും പറഞ്ഞു വരുന്നത്. ട്രാക്കേഴ്സ് മാത്രമല്ല, ചാനലുകാർ സഹിതം അങ്ങനെയാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സിനിമ അതിനൊക്കെ മുകളിൽ കയറിയിട്ടുണ്ട്. നമുക്ക് സ്ഥിരീകരിക്കാവുന്ന റിപ്പോർട്ടുകളിൽ 19 കോടിക്ക് അടുത്ത് അല്ലെങ്കിൽ 19 കോടിക്ക് ജസ്റ്റ് മുകളിലാണ് സിനിമ ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നാണ് പറയാനുള്ളത്. ഇനി വേൾഡ് വൈഡ് കളക്ഷൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ഇറങ്ങിയ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും സിനിമ ഇതുവരെയുള്ള ഏത് സിനിമയും, ഇന്ത്യൻ സിനിമ എന്നല്ല, അവിടെ റിലീസ് ചെയ്ത പല സിനിമകളുടെയും റെക്കോർഡുകൾ തൂക്കിയിരിക്കുന്നു. സിംഗപ്പൂരിൽ സിനിമ കഴിഞ്ഞ ആഴ്ച തന്നെ 3rd പൊസിഷനായിരുന്നു എന്നുള്ളതാണ്. ഇനി ഓസ്ട്രേലിയയിൽ സിനിമയുടെ കളക്ഷൻ വന്നിരിക്കുന്നത് 38 ലക്ഷം ഡോളർ ആണ് എന്നുള്ളതാണ്. അതായത് 38,69,750 $12 ദിവസത്തെ കളക്ഷനായിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് മാത്രമായി സിനിമ വന്നത്. ന്യൂസിലാൻഡിൽ 6,98,978 ആണ് ന്യൂസിലാൻഡിൽ നിന്ന് നേടിയിരിക്കുന്നത്. നോർത്ത് അമേരിക്കയിൽ നിന്ന് സിനിമ നേടിയിരിക്കുന്നത് 13 മില്യനാണ്. 13 മില്യൺ കടന്നു. 13,28,000 ആണ്. അതായത് $13,28,000 സിനിമ നേടിയിരിക്കുന്നത്. UK യിൽ നിന്ന് 1.615 മില്യൺ ആണ് സിനിമ നേടിയിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും സർവ്വകാല റെക്കോർഡുകൾ തന്നെയാണ് സിനിമ തൂക്കിയിരിക്കുന്നത്. ഇന്ത്യ, ഗൾഫ്, UK, ന്യൂസിലാൻഡ്, അയർലാൻഡ്, ജർമ്മനി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഹയസ്റ്റ് ഗ്രോസറായി സിനിമ കുതിച്ച് പായുകയാണ്.
ഇന്ന് സിനിമ ഏറെക്കുറെ നമുക്ക് പ്രതീക്ഷിക്കുന്നത് 50 കോടിക്ക് അടുത്തായിരിക്കും ഇന്നത്തെയും കളക്ഷൻ. നമുക്കറിയാം സെക്കൻഡ് വീക്ക് തുടങ്ങി ഒരു ചൊവ്വാഴ്ച ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നല്ല ഇടിവുണ്ടാകും. ആ ഇടിവ് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടുത്തെ ഇടിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വമ്പൻ സിനിമകളായ ഇതിലെ 1000 കോടി നേടിയ സിനിമകളുടെ പോലെയും ആദ്യ ആഴ്ചത്തെ കളക്ഷനിലൊക്കെ വരുന്ന ആ ഒരു രീതിയിലാണ് സെക്കൻഡ് ആഴ്ചയിൽ ഈ ഒരു സിനിമയ്ക്ക് നേടുന്നത്. ഇനി ഈ ഒരു സിനിമയുടെ മുന്നിൽ രണ്ട് സിനിമകളാണ് ഉള്ളത്. ഒന്ന് ദംഗലും മറ്റൊന്ന് ബാഹുബലി 2വുമാണ്. 1800 കോടി കടന്നു കഴിഞ്ഞാൽ ബാഹുബലിയെയും ഈ സിനിമ കവർ ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു സിനിമ ദംഗലിൻ്റെ കളക്ഷൻ കവർ ചെയ്യുമോ എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും കൂടുതലായി നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു ചോദ്യം. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഒപ്പം അല്ലു അർജുൻ ഫാൻസ് സബ്സ്ക്രിപ്ഷൻ ചെയ്തു തരണമെന്ന് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കുകയാണ്. ഇടിച്ച് കയറിവ. അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് സിനിമയ്ക്കും ഉണ്ടാവണം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ നമ്മളെക്കൊണ്ട് പറ്റുന്ന സപ്പോർട്ടുകൾ ചെയ്യുന്നു, കൃത്യമായ വാർത്തകൾ പുറത്തു വിടുന്നു, നമുക്ക് വിശ്വസനീയമായ സോഴ്സുകളിൽ നിന്ന്, നമുക്ക് വിശ്വസനീയമെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന വാർത്തകളുമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഗ്രേറ്റ് മീഡിയാസ്.